സംസ്ഥാനത്ത് അതിതീവ്ര മഴ 4 ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുന്നു. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് ഇന്നും നാളെയും അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഇടുക്കിയിലും പത്തനംതിട്ടയിലും മഴ ശക്തി പ്രാപിക്കുന്നു. തലസ്ഥാനത്ത് താഴ്ന്ന മേഖലകളിൽ വെള്ളക്കെട്ട് രൂക്ഷം. ജില്ലകളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് എസ് ശാലിനി, പത്തനംതിട്ടയിൽ നിന്ന് മിഥുൻ മുരളി, കൊച്ചിയിൽ നിന്ന് കിരൺ കുമാർ, കോഴിക്കോട് നിന്ന് ആനന്ദ് പുതൂർ, ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം തലസ്ഥാനത്തേക്കാണ് പോകുന്നത്. തിരുവനന്തപുരത്ത് ശാലിനിയുണ്ട്. ശാലിനി, നമുക്കറിയാം തിരുവനന്തപുരം കഴിഞ്ഞ കുറച്ച് ദിവസക്കാലമായി മഴ പെയ്യുമ്പോൾ ഉടനെ വെള്ളക്കെട്ട് രൂപീകരിക്കുന്ന സാഹചര്യമുണ്ട്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. വെള്ളക്കെട്ടിന് സാധ്യതയില്ലാത്ത പ്രദേശങ്ങളിൽ പോലും വലുതും ചെറുതുമായ വെള്ളക്കെട്ടുകൾ ഉണ്ടാവുകയാണ്. ജനജീവിതം ദുരിതത്തിലാവുന്നൊരു സാഹചര്യമുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ വരുത്തിയ പിഴവാണ് ഇതിന് കാരണമെന്ന് തന്നെ ഈ ഒരു അവസരത്തിൽ പറയേണ്ടതില്ലേ? ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തലസ്ഥാന ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ വെള്ളക്കെട്ട് എന്നുള്ളത്. കഴിഞ്ഞ രാത്രികളിൽ പെയ്ത മഴയിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയ്ക്കും കൊല്ലം ജില്ലയ്ക്കും ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ 10 മണിയോടുകൂടി വരുന്ന അലേർട്ടുകളിൽ കാര്യമായ മാറ്റം തലസ്ഥാന ജില്ലയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു റെഡ് അലർട്ട് സാധ്യത ഉള്ള രീതിയിലുള്ള മഴയാണ് ഇപ്പോൾ തലസ്ഥാന ജില്ലയിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. താഴ്ന്ന മേഖലകളിലെല്ലാം തന്നെ അതിരൂക്ഷമായ വെള്ളക്കെട്ട് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ ഏറ്റവും താഴ്ന്ന മേഖലയായ തമ്പാനൂർ അടക്കമുള്ള മേഖലകളിൽ വ്യാപകമായി വെള്ളം കയറുന്നുണ്ട്. ഇത് വഴിതിരിച്ചു വിടാനും ഒപ്പം തന്നെ വെള്ളം ഒഴുക്കിക്കളയാനുമുള്ള ശ്രമങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും തുടരുകയുമാണ്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം തമ്പാനൂരിലാണ്. ഇപ്പോൾ നമ്മൾ ലഭ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വെള്ളക്കെട്ട് ഉണ്ട് എന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് നമ്മൾ എത്തിയത്. പക്ഷേ ഇപ്പോൾ നഗരസഭ ഉദ്യോഗസ്ഥരടക്കം എത്തി ഈ വെള്ളമൊക്കെ തുറന്നു വിടുന്നൊരു സാഹചര്യമുണ്ടായത്. പക്ഷേ മുക്കോല അടക്കമുള്ള മുക്കോലയ്ക്കൽ മേഖലകളിലും മുട്ടത്തറ മേഖലകളിലും വ്യാപകമായി വെള്ളക്കെട്ടുണ്ട്. കഴിഞ്ഞ മണിക്കൂറിൽ ആ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതുമാണ്. ശക്തമായ മഴയാണ് തലസ്ഥാന ജില്ലയിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ വ്യാപകമായിട്ടുള്ള വെള്ളക്കെട്ടിനൊപ്പം തന്നെ വ്യാപകമായ ഗതാഗത കുരുക്ക് കൂടി തലസ്ഥാന ജില്ലയിൽ ഈ ഒരു മണിക്കൂറിൽ അനുഭവപ്പെടുന്നുണ്ട്. ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ജില്ലയിൽ കടുത്ത നിയന്ത്രണങ്ങൾ കൂടിയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തോടൊപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും നൽകിയിട്ടുള്ളത്. പൊന്മുടി അടക്കമുള്ള മേഖലകളിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും വിലക്കണമെന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ രാത്രി മുതൽ. പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ, മലയിടിച്ചിൽ സാധ്യതയൊക്കെ തന്നെ പൊന്മുടി മേഖലകളിലേക്കുണ്ട്. ഈ ഹെയർപിന്നുകളിലൊക്കെ തന്നെ മണ്ണിടിയാനുള്ള സാധ്യതകൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയ മുന്നറിയിപ്പ് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ തലസ്ഥാനത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം മേഖലകളിലേക്കുള്ള യാത്രകൾക്ക് വിലക്ക് തുടരുകയാണ്. തീരദേശ മേഖല ആയതുകൊണ്ട് തന്നെ കടലോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. മത്സ്യബന്ധനത്തിന് പൂർണ്ണമായും വിലക്ക് കേരള, തമിഴ്നാട് തീരങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഒപ്പം തീരദേശ മേഖലകളിൽ താമസിക്കുന്ന വലിയതുറ, ശംഖുമുഖം അടക്കമുള്ള മേഖലകളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. സുരക്ഷിതമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർ ജാഗ്രതാ മുന്നറിയിപ്പിന്റെ ഭാഗമായി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം എന്നുള്ളതാണ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കണമെങ്കിൽ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ജില്ലാ ഭരണകൂടങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇതിനായിട്ടുള്ള സ്കൂളുകളൊക്കെ തന്നെ കണ്ടെത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വെച്ചിരിക്കുകയാണ്. തലസ്ഥാന ജില്ലയിലടക്കം ഇനിയിപ്പോൾ ചക്രവാത ചുഴി തെക്കൻ തമിഴ്നാടിന് മുകളിലായി നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും മഴ കനക്കും. ബുധനാഴ്ചയോടുകൂടി ന്യൂനമർദ്ദം രൂപപ്പെടുകയാണ് ബംഗാൾ ഉൾക്കടലിൽ. സ്വാഭാവികമായും അതിന്റെയും ഒരു മഴ തെക്കൻ ജില്ലകളിൽ വ്യാപകമായി ലഭ്യമാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിലടക്കം കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. വർക്കല അടക്കമുള്ള മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൂർണ്ണമായും കടലിൽ ഇറങ്ങിയുള്ള വിനോദസഞ്ചാരത്തിലും തലസ്ഥാന ജില്ലയിലെ തീരദേശ മേഖലകളിലും കടലോര മേഖലകളിലും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അതീവ ജാഗ്രതയിലാണ് തലസ്ഥാന ജില്ല. അതേസമയം തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള മഴയും പെട്ടെന്നുള്ള വെള്ളക്കെട്ടുമാണ് തലസ്ഥാന ജില്ലയെ ഇപ്പോൾ വലച്ചുകൊണ്ടിരിക്കുന്നത്. ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ സ്മാർട്ട് റോഡുകളിലെ കുഴികളിലൊക്കെ തന്നെ വെള്ളം നിറയുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണിച്ചതാണ്. ആ ഒരു ആശങ്കയും തലസ്ഥാന ജില്ലയിൽ തുടരുകയാണ്. ദേവിക. ശാലിനി, ദയവായി തുടരുക. പത്തനംതിട്ടയിലെ മഴ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മിഥുൻ മുരളി അവിടെ നിന്നും ചേരുകയാണ്. മിഥുൻ, കഴിഞ്ഞ മണിക്കൂറുകളിൽ സമഗ്രമായി തന്നെ നമ്മൾ ഇത് പരിശോധിച്ചതാണ്. എങ്കിലും മഴ ശക്തിപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പമ്പയടക്കമുള്ള നദികളിൽ ഇനിയും ജലനിരപ്പ് ഉയരാനുള്ള സാഹചര്യമുണ്ട്. നേരത്തെ അപകട സാധ്യത ഇല്ല എന്നറിയിച്ചെങ്കിൽ പോലും വരുന്ന മണിക്കൂറുകൾ നിർണായകമല്ലേ?
ദേവിക, തീർച്ചയായും മാർച്ച് 1 മുതൽ ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ജില്ലയാണ് പത്തനംതിട്ട. 408 മില്ലിമീറ്റർ മഴയാണ് മാർച്ച് 1 മുതൽ ഇന്നലെ വരെയുള്ള കണക്കിൽ പത്തനംതിട്ട ജില്ലയിൽ ലഭിച്ചത്. മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിരുന്നത് റെഡ് അലർട്ട് മുന്നറിയിപ്പ് തുടർന്ന ഇന്നലെ മാത്രമായിരുന്നു. ഇന്നലെ മഴ ശമിച്ചിരുന്ന അവസ്ഥയായിരുന്നു. അതുകൂടാതെ തന്നെ ഇന്നലെ പകൽ സമയത്ത് ഒരു 2-3 മണിക്കൂർ വരെ വെയിൽ തെളിഞ്ഞു നിൽക്കുന്ന കാലാവസ്ഥയും പത്തനംതിട്ടയിൽ അനുഭവപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വെള്ളപ്പൊക്ക ഭീഷണി അടക്കമുള്ള മഴവെള്ളം കെട്ടിനിന്ന പല സ്ഥലങ്ങളിൽ നിന്നും വെള്ളം തനിയെ ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഇന്നലെയുണ്ടായി. ഈ വെയിൽ ഉദിച്ച കാലാവസ്ഥ ഇന്നലെ ഉണ്ടായതുകൊണ്ട് ഇന്നലെ രാത്രിയിലും ഇടവിട്ടുള്ള മഴ മാത്രമായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ ലഭിച്ചിരുന്നത്. മലയോര മേഖലകളിലടക്കം ശനിയാഴ്ച മഴ ശക്തി പ്രാപിച്ചിരുന്നുവെങ്കിലും തുടർച്ചയായ മഴ ലഭിച്ചിരുന്നുവെങ്കിലും ഇന്നലെ രാവിലെ 10 മണി മുതൽ ഇന്നലെ അർദ്ധരാത്രി വരെയുള്ള സമയത്ത് ഇടവിട്ടുള്ള മഴ മലയോര മേഖലകളിലടക്കം മഴ ശമിക്കുന്ന കാഴ്ചയായിരുന്നു കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കാലാവസ്ഥ ഇന്ന് രാവിലെ മുതൽ മാറി മറിയുകയാണ്. റെഡ് അലർട്ട് മുന്നറിയിപ്പ് തുടരുന്ന ഇന്ന് രാവിലെ 7 മണി മുതൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുന്നുണ്ട്. രാവിലെ ചാറ്റൽ മഴയായിരുന്നു, മേഘാവൃതമായ കാലാവസ്ഥയായിരുന്നു. ഏത് നിമിഷം വേണമെങ്കിലും മഴ വളരെ ശക്തി പ്രാപിച്ച് കാലാവസ്ഥ മാറി മറിയുന്ന സാഹചര്യം രാവിലെ തന്നെ നമ്മൾ മുൻകൂട്ടി കണ്ടതാണ്. പക്ഷേ രാവിലെയോടുകൂടി തന്നെ വിവിധ ഭാഗങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുകയാണ്. അടൂർ, കോന്നി, റാന്നി, തിരുവല്ല, പത്തനംതിട്ട നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ, മലയോര മേഖലകൾ, ഗവി, മൂഴിയാർ തുടങ്ങിയ മലയോര മേഖലകൾ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം മഴ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് അച്ചൻകോവിലാറിന്റെ തീരത്താണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അച്ചൻകോവിലാർ വളരെ ഉയർന്ന ജലനിരപ്പിൽ തന്നെ ഒഴുക്കോട് കൂടി തന്നെ ഉള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്ന സാഹചര്യമാണ് ദൃശ്യങ്ങളിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവിധ നദികളിലും പമ്പ, അച്ചൻകോവിലാർ, മണിമലയാർ, കക്കാട്ടാർ തുടങ്ങിയ മേഖലകളിലെ നദികളിലെല്ലാം ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട്. ക്രമാനുഗതമായി വർദ്ധിക്കാനുള്ള സാധ്യത തന്നെയാണ്, ജലനിരപ്പ് ഉയരാനുള്ള ഒരു സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത്. നിലവിൽ ഇതുവരെയുള്ള സമയം വെച്ച് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് ഒരു നദിയുടെയും ജലനിരപ്പ് അപകട ഭീഷണി ഉയർത്തുന്ന രീതിയിലേക്ക് ഉയർന്നിട്ടില്ല എന്നാണ്. ഈ രീതിയിൽ കാലാവസ്ഥ പോവുകയാണെങ്കിൽ, ഇന്ന് മഴ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ വരും മണിക്കൂറുകളിൽ തുടർച്ചയായ മഴ ലഭിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ മുഴുവൻ നദികളിലെയും ജലനിരപ്പ് ക്രമാനുഗതമായി ഉയർന്ന അവസ്ഥയിലേക്ക് മാറും. കക്കാട്ടാറിലടക്കം ജലനിരപ്പ് ഉയരും. മണിയാർ സ്പിൽവേയുടെ ഷട്ടറുകൾ ഏത് നിമിഷം വേണമെങ്കിലും തുറക്കാവുന്ന സാഹചര്യത്തിലേക്ക് വഴിമാറുന്ന അവസ്ഥ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ കക്കാട്ടാറിൽ ജലനിരപ്പ് ഉയരും. ഒപ്പം കോട്ടയത്തും ആലപ്പുഴയിലും മഴ തുടരുന്ന സാഹചര്യമാണെങ്കിൽ റെഡ് അലർട്ട് മുന്നറിയിപ്പുള്ള ജില്ലകളാണ് 2 ജില്ലകളും. ഈ 2 ജില്ലകളിലുമുള്ള മഴയുടെ അവസ്ഥയും പത്തനംതിട്ട ജില്ലയും ബാധിക്കും. മണിമലയാർ ജലനിരപ്പ് ഉയരും. അത് കോട്ടയത്തെ മഴയുടെ അവസ്ഥയെ കണക്കാക്കിയിരിക്കും. അങ്ങനെയാണെങ്കിൽ വിവിധ നദികളിലടക്കം ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിലേക്ക് പോകും. ഒപ്പം റാന്നി, കോന്നി മേഖലകളിലെ മലയോര മേഖലകളിൽ ഉരുൾപൊട്ട് ഭീഷണിയും ഒപ്പം മണ്ണിടിച്ചിൽ ഭീഷണിയുമൊക്കെ നിലനിൽക്കുന്ന മേഖലകളാണ്. അവിടെയും മഴ തുടർച്ചയായി ലഭിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ മണ്ണിടിച്ചിൽ അടക്കമുള്ള അപകട ഭീഷണി ഉണ്ടാകും. അവിടെ അടക്കം ആളുകളെ മാറ്റി താമസിപ്പിക്കുന്നതടക്കം സജ്ജമാണ്. 2 ദിവസം മുൻപ് തന്നെ മഴ മുന്നറിയിപ്പ് പത്തനംതിട്ട ജില്ലയിൽ ലഭിച്ചപ്പോൾ തന്നെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നത് ഈ മേഖലകളിലടക്കം പ്രശ്നബാധിത സാധ്യതാ മേഖലകൾ കണ്ടെത്തിയിട്ടുണ്ട്. 44 മേഖലകളാണ് ഇങ്ങനെ ജില്ലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ നേരിയ പങ്കും കൂടുതലുമുള്ളത് റാന്നി, കോന്നി മേഖലകൾ കേന്ദ്രീകരിച്ചാണ്. ഇങ്ങനെ 44 പ്രശ്നബാധിത മേഖലകളിൽ നിന്ന് ആളുകളെ ഉടൻ തന്നെ മാറ്റി പാർപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം റെഡ് അലർട്ട് മുന്നറിയിപ്പ് വരുന്നതിന് മുൻപ് തന്നെ അറിയിച്ചിരിക്കുന്നത്. ഈ മേഖലകളിലെല്ലാം ക്യാമ്പുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ആളുകളെ ഉടനടി തന്നെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നലെ വരെ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യങ്ങളൊന്നും ജില്ലയിൽ ഉണ്ടായിരുന്നില്ല. അതിന് കാരണവും മഴ ഇന്നലെ വിട്ടുനിന്ന ഒരു കാലാവസ്ഥ ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. വെയിലടക്കം വരുന്ന കാലാവസ്ഥയിലേക്ക് ഇന്നലെ പകൽ മാറിയിരുന്നു. 4 മണിക്കൂർ വരെയൊക്കെ പകൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം വെയിൽ ഉദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം കയറിയ സ്ഥലങ്ങളിലൊക്കെ, മഴവെള്ളം കെട്ടിനിന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ വെള്ളം തനിയെ വൈകുന്നേരത്തോടുകൂടി ഇറങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി. വെള്ളപ്പൊക്ക ഭീഷണി വീടുകൾക്കൊന്നും ഉണ്ടായിട്ടില്ല. ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യവും ഇന്നലെ ഉണ്ടായില്ല. പക്ഷേ ഇന്ന് കാലാവസ്ഥ നേരെ മാറിമറിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രശ്നബാധിത മേഖലകളിലടക്കം ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനായ ജില്ലാ കളക്ടർ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. മുഴുവൻ ഭാഗങ്ങളിലും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വിനിയോഗിച്ചിട്ടുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ഗവി, മൂഴിയാർ ഉൾപ്പെടെയുള്ള വനമേഖലകളിലും മലയോര മേഖലകളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ദുരന്ത നിവാരണ സേനയെ ഈ ഭാഗങ്ങളിലെല്ലാം കേന്ദ്രീകരിച്ച് പ്രവർത്തനം സജ്ജമാക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ചില അനിഷ്ട സംഭവങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. അത് ഗവി മേഖലയിൽ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. അത് കുറച്ചു സമയത്തേക്ക് KSRTC ബസ് ഈ ഗവി മേഖലയിൽ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് ഇതുവരെ റെഡ് അലേർട്ട് മുന്നറിയിപ്പ് ജില്ലയിൽ വന്നതിന് ശേഷം ഇതുവരെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പന്തളം ഭാഗത്തൊക്കെ കൃഷി വ്യാപകമായി നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഓണക്കാല വിളവെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് പന്തളം മേഖലയിലേക്ക് വാഴകൃഷിയടക്കം ചില കൃഷികളൊക്കെ കർഷകർ ഒരുക്കിയിരുന്നു. ഈ കൃഷികളൊക്കെ മഴവെള്ളം കയറി നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചില ഒറ്റപ്പെട്ട സാഹചര്യങ്ങൾ, സംഭവങ്ങൾ മാത്രമാണ് ഇതുവരെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്.
ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി വരും മണിക്കൂറുകളിൽ മഴ കനക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ അടുത്ത 3 മണിക്കൂറിൽ ശക്തമായ കാറ്റോട് കൂടിയ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുണ്ട്. അപ്പോൾ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. നദികളുടെ തീരത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. റാന്നി, കോന്നി, വടശ്ശേരിക്കര, കോഴഞ്ചേരി, ആറന്മുള തുടങ്ങിയ ഭാഗങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണം. റാന്നി, കോന്നി മേഖലകളിൽ തുടർച്ചയായി മഴ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ഭാഗങ്ങളിൽ ഏത് നിമിഷം വേണമെങ്കിലും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ആളുകൾ ഉടൻ തന്നെ ക്യാമ്പിലേക്ക് മാറി സഹകരിക്കണം എന്നുള്ള മുന്നറിയിപ്പും ഈ ഭാഗങ്ങളിൽ ദുരന്ത നിവാരണ സേന വീടുകൾ കയറിയിറങ്ങി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെള്ളക്കെട്ടുകൾ ഇന്നലെ ചെറിയ രീതിയിലൊക്കെ രൂപപ്പെട്ടെങ്കിലും അത് വൈകുന്നേരത്തോടു കൂടി മാറിപ്പോകുന്ന തനിയെ വെള്ളം ഇറങ്ങി പോകുന്ന സാഹചര്യം. പക്ഷേ ഇന്ന് കാലാവസ്ഥ മാറി മറിയുന്ന സാഹചര്യമാണെങ്കിൽ വലിയ രൂക്ഷമായ മഴക്കെടുതികൾ ജില്ലയെ ബാധിച്ചേക്കാം. അതിനുള്ള മുന്നൊരുക്കങ്ങൾ തയ്യാറെടുത്തിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം നിലവിൽ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ദേവിക. ശരി മിഥുൻ, കോഴിക്കോട്ടെ സാഹചര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ആനന്ദ് പുത്തൂർ അവിടെ നിന്നും ചേരുകയാണ്. ആനന്ദ്, വരും മണിക്കൂറുകൾ നിർണായകമാണ്. മഴ ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. അവിടെ കൃത്യമായ മാർഗരേഖകൾ പുറത്തിറക്കുന്നുണ്ടോ? ജനജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു? ദേവിക, ഈ തെക്കൻ ജില്ലകളെ അപേക്ഷിച്ച് മലബാറിലേക്ക് ഇതുവരെ കാര്യമായിട്ടുള്ള ഒരു മഴ, അത്തരത്തിൽ റെഡ് അലർട്ടുകളോ മലബാറിലെ യാതൊരു ജില്ലകളോ പ്രഖ്യാപിച്ചിട്ടില്ല. ഓറഞ്ച് അലർട്ടുകൾ പോലും ഈ ഒരു ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ മഴ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ മലബാറിലെ മിക്ക ജില്ലകളിലും ശക്തി പ്രാപിക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കോഴിക്കോടടക്കം കഴിഞ്ഞ ദിവസം ശക്തമായിട്ടുള്ള മഴ രാത്രിയിൽ പെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെ നഗരത്തിലെ പലയിടങ്ങളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മാവൂർ റോഡ് ജംഗ്ഷൻ ആവട്ടെ, സ്റ്റേഡിയം ജംഗ്ഷൻ ആവട്ടെ, KP കേശവൻ റോഡാവട്ടെ, നഗരത്തിന്റെ റോഡുകളിൽ ഗതാഗതം ഇന്നലെ കഴിഞ്ഞ രാത്രിയിൽ വളരെയധികം തന്നെ അത്തരത്തിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് ഈ ചില കലുങ്കുകളുടെയും ഓവുകളുടെയും എല്ലാം പ്രവൃത്തി പുരോഗമിക്കുന്നതിൽ തന്നെ അത് മുഴുവൻ പൂർത്തിയാകാത്ത തന്നെ മഴവെള്ളം കൃത്യമായി ഈ ഓടകളിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല. ഇന്നലെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാവൂർ പ്രദേശത്ത് ഈ റോഡും തോടും ഏകദേശം ഒരുപോലെ ആവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അത് ഈ ഗതാഗതത്തെയും ജനജീവിതത്തെയും കാര്യമായി തന്നെ ദുരിതത്തിലാക്കിയിരുന്നു. എന്തായാലും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. എന്തായാലും മഴ ഇന്ന് രാവിലെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള മഴ ഇതുവരെ പെയ്തിട്ടില്ല. പക്ഷേ ഈ വരും മണിക്കൂറുകളിൽ മഴ ശക്തമാവാനുള്ള ഒരു സാധ്യത എന്തായാലും തള്ളിക്കളയുന്നില്ല. പ്രത്യേകിച്ച് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉയർന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് മലയോര മേഖലകളിലടക്കം അത്തരത്തിൽ മഴ പെയ്തു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ദോഷം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. കുറ്റ്യാടി, ബാലുശ്ശേരി പ്രദേശങ്ങളെല്ലാം അത്തരത്തിൽ ഒരു ഭീഷണി നേടുന്ന സ്ഥലങ്ങളാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നാലും ഇതുവരെ ഔദ്യോഗികമായിട്ടുള്ള അത്തരം നിർദ്ദേശങ്ങളൊന്നും ഇതുവരെ ഭരണകൂടങ്ങൾ പുറപ്പെടുവിച്ചിട്ടില്ല. പക്ഷേ വരും മണിക്കൂറുകളിൽ ഈ കാലവർഷം ശക്തമായി കഴിഞ്ഞാൽ, മഴ ശക്തമായി കഴിഞ്ഞാൽ തീർച്ചയായും അത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് ഈ തീരദേശ മേഖല അടക്കം കൂടുതലുള്ള പ്രദേശങ്ങളാണ് കോഴിക്കോട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മത്സ്യബന്ധനമായി പോകുന്ന ആളുകൾക്ക് ആ തലത്തിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും ഒരു ജാഗ്രത ഉണ്ടാക്കണമെന്നുള്ള ഒരു അറിയിപ്പ് ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ ജില്ലയിൽ മഴ ശക്തമാകുമെന്നുള്ള ഒരു സാധ്യതയാണുള്ളത്. പ്രത്യേകിച്ച് ഈ നിരവധി പകർച്ചവ്യാധികളടക്കം അടിക്കടി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ജില്ല കൂടിയാണ് കോഴിക്കോട്. ഈ ഡെങ്കിപ്പനി ആവട്ടെ, മഞ്ഞപ്പിത്തമാവട്ടെ, കഴിഞ്ഞ ദിവസം വെസ്റ്റ് നൈൽ പനി അടക്കം സ്ഥിരീകരിച്ച ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് ഈ മഴക്കാലം തുടർന്ന മുതൽ തന്നെ അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിരന്തരമായി തന്നെ പുറപ്പെടുവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഏകദേശം 100-ലധികം ആളുകളാണ് മഞ്ഞപ്പിത്തം ജില്ലയുടെ പല ഭാഗങ്ങളിൽ ബാധിച്ചിരുന്നത്. അതുപോലെ തന്നെ ഡെങ്കിപ്പനിയും പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ കൃത്യമായി തന്നെ നശിപ്പിക്കണമെന്നും കൊതുകിൻ്റെ ഉറവിടങ്ങൾ നശീകരണ പ്രവർത്തനങ്ങൾ നടത്തണം, ഈ പരിസര ശുചീകരണം കൃത്യമായി പാലിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പുമായി ആരോഗ്യരംഗം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. മാത്രമല്ല ചില പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ മലിനജലം കെട്ടിക്കിടക്കുന്നുണ്ട്. അത് ഈ അധികാരികൾക്ക് കൃത്യമായി അതിനെ പരിപാലിക്കുന്നില്ല, അല്ലെങ്കിൽ അത് തുറന്നുവിടാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഉയർന്നിരുന്നു. കാമ്പുറം പ്രദേശത്താണ് ഇത്തരത്തിലൊരു പരാതി ഉയർന്നത്. ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായതോടെ തന്നെ ഈ അധികൃതർ വന്നുകൊണ്ട് ഈ മലിനജലം ഒഴുക്കിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ പകർച്ചവ്യാധി തന്നെയാണ് കോഴിക്കോട് നേരിടുന്ന ഈ ഒരു തലത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ വരും മണിക്കൂറുകളിൽ മഴ കനക്കുകയാണെങ്കിൽ, ശക്തമാവുകയാണെങ്കിൽ തീർച്ചയായും നഗരം വെള്ളക്കെട്ടിലാവുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ദേവിക. ശരി, തിരുവനന്തപുരത്തേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ശാലിനി തുടരുന്നുണ്ട്. ശാലിനി, നമുക്കറിയാം തിരുവനന്തപുരത്ത് അധികമായി തന്നെ വെള്ളക്കെട്ടുണ്ടാകേണ്ട സാഹചര്യമൊന്നുമില്ല. എന്നാൽ ഓടകൾ അടഞ്ഞു കിടക്കുന്നതാണ് ഇതിന് വലിയൊരു കാരണമെന്ന് പറയുമ്പോഴും PWയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സ്മാർട്ട് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ മഴക്കാലത്ത് അനാവശ്യമായ റോഡുകളിൽ കുഴിയുണ്ടാക്കുന്നു, അല്ലെങ്കിൽ കുഴിയുണ്ടാക്കുന്നെങ്കിൽ മഴക്കാലം അടുത്ത് വരുന്നു എന്ന് ചിന്തിക്കാതെ അത് തുറന്നിട്ടേക്കുന്നു. റോഡ് ഏതാണ്, കുഴി ഏതാണെന്ന് മനസ്സിലാക്കാതെ ജനങ്ങൾ കുഴിയിലോട്ട് വീഴുന്നൊരു സാഹചര്യവും കൂടി നിലനിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ പൊതുമരാമത്ത് വകുപ്പ് ഇതിൽ യാതൊരു ഇടപെടലും ഇല്ലാതെ മാറി നിൽക്കുന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? വിവേക്, അത് ക്ഷമിക്കണം,
ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ശക്തമായ മഴ ഇവിടെ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ദൃശ്യങ്ങൾ ചിലപ്പോൾ നമുക്ക് മഴയുടെ കുറച്ച് വിഷ്വലും കൂടി കാണിച്ചാൽ അത് മനസ്സിലാവും. കാരണം രാവിലെ തോർന്നു നിന്ന മഴയാണ് ഇപ്പോൾ അതിശക്തമായി തലസ്ഥാന ജില്ലയിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം ഓവർബ്രിഡ്ജിന് സമീപത്താണ്. ഇവിടെ വെള്ളക്കെട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ മേഖലയിലേക്ക് എത്തുന്നത്. പക്ഷേ നമ്മൾ എത്തുമ്പോഴേക്കും നഗരസഭയുടെ പ്രതിനിധികളൊക്കെ വന്ന് എനിക്ക് തൊട്ട് സമീപത്തായി കാണാം. ഒരുപക്ഷെ ദൃശ്യങ്ങൾ കാണിച്ചാൽ ഓട മനസ്സിലാവുമായിരിക്കും. ഈ ഓട അടക്കം തുറന്നു വിട്ടതോടുകൂടി ആ ഒരു വെള്ളക്കെട്ടിന് നേരിയ ശമനം ഉണ്ടായിട്ടുമുണ്ട്. നമ്മൾ നിൽക്കുമ്പോഴാണ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ ജീവനക്കാരെത്തി ഈ ഒരു വെള്ളക്കെട്ടൊക്കെ പൂർണ്ണമായി മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അതിശക്തമായ മഴ തലസ്ഥാന ജില്ലയിൽ പെയ്യുന്നു. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ നടത്തേണ്ടതാണ് ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ. തുടർന്ന് നടത്തേണ്ട ആരോഗ്യ മേഖല ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ ചേർന്ന് നടത്തേണ്ടത്. പക്ഷേ തലസ്ഥാനത്തെ മാത്രമല്ല സംസ്ഥാന വ്യാപകമായി ആ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ പല ഘട്ടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 6 മാസക്കാലമായി ഏകദേശം 36ഓളം റോഡുകൾ അത് പുനരുദ്ധാരണത്തിന്റെ ഭാഗമായും സ്മാർട്ട് സിറ്റി പദ്ധതികളുടെ ഒക്കെ തന്നെ ഭാഗമായിട്ട് നിർമ്മാണം നടക്കുകയാണ്. അതിൽ വളരെ ചുരുക്കം റോഡുകൾ മാത്രമാണ് നിർമ്മാണം പൂർത്തിയാക്കി തുറന്നു കൊടുത്തത്. ബാക്കിയുള്ള റോഡുകൾക്കൊക്കെ തന്നെ സമീപത്ത് വലിയ രീതിയിലുള്ള കുഴികൾ എടുത്തിട്ടിരിക്കുന്നു. ആ കുഴികളിൽ ഈ കരാർ എടുത്തിരിക്കുന്ന കമ്പനികൾ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു വീഴ്ച, മറുഭാഗത്ത് നഗരസഭയും ഒപ്പം തന്നെ ഈ പദ്ധതി നടപ്പാക്കേണ്ട PWD ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പിടിപ്പുകേട്, ഇത് അതീവ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു സംഭവമായി തലസ്ഥാന ജില്ലയിൽ മാറുകയാണ്. വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു, കുഴികളിൽ വെള്ളം നിറയുന്ന ഒരു സാഹചര്യം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നു. പുറത്തിറങ്ങിയാൽ റോഡ് ഏതാണ് കുഴി ഏതാണ് എന്ന് മനസ്സിലാകാതെ പലപ്പോഴും റോഡാണ് എന്ന് വിചാരിച്ച് നടന്ന് കുഴിയിൽ വീഴുന്ന സാഹചര്യം, വാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ അടക്കം വന്ന് കുഴിയിൽ വീഴുന്ന ഒരു സാഹചര്യം പശ്ചാത്തലമുണ്ട്. ഒപ്പം തന്നെ ഈ കൃത്യമായ ബോർഡുകൾ സ്ഥാപിക്കാതെ, പ്രത്യേകിച്ച് ഈ മഴയാകുമ്പോൾ പുറത്ത് നാട്ടുകളിൽ നിന്നൊക്കെ തന്നെ തിരുവനന്തപുരത്തേക്ക് കൂടുതൽ ആളുകൾ വരുന്നുണ്ട്. ഇവരൊക്കെ ഈ കുഴികൾ എവിടെയാണ് എന്നറിയാതെ വാഹനങ്ങളുമായി വന്ന് പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്തായാലും തിരുവനന്തപുരം ജില്ലയിൽ നിലവിലെ ഏറ്റവും അവസാനം നൽകിയിട്ടുള്ള മുന്നറിയിപ്പിൽ ഓറഞ്ച് അലർട്ടാണ് തിരുവനന്തപുരം ജില്ലയ്ക്ക് നൽകിയിട്ടുള്ളത്. ഒരു പക്ഷേ അത് റെഡ് അലർട്ട് ആകാനുള്ള സാധ്യതകൾ കൂടി നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. കാരണം അത്രയധികം മഴയാണ് കഴിഞ്ഞ രാത്രിയും ഒപ്പം തന്നെ ഇന്ന് രാവിലെ ഒരു 6 മണി മുതൽ തലസ്ഥാന ജില്ലയിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. തീരദേശ മേഖലയെന്നോ നഗരമേഖലയെന്നോ ഗ്രാമീണ മേഖലയെന്നോ മലയോര മേഖലയെന്നോ എന്നും ഒന്നുമില്ലാതെ എല്ലാ മേഖലയിലും ഒരേ രീതിയിൽ തന്നെ ശക്തമായ മഴ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വരും മണിക്കൂറിൽ ഇനിയും കൂടുതൽ വെള്ളക്കെട്ടുകൾ പല മേഖലകളിലും ഉണ്ടാകാനുള്ള സാധ്യത. നമ്മൾ കുറച്ചു മുൻപ് കഴിഞ്ഞ വാർത്തയിൽ നൽകിയ മുക്കോലയ്ക്കൽ ഒപ്പം തന്നെ മുട്ടത്തറ അടക്കമുള്ള മേഖലകളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും അതീവ ജാഗ്രതയിലാണ് ജില്ല. ഒപ്പം തന്നെ ചക്രവാത ചുഴിയുടെ പ്രഭാവം തലസ്ഥാന ജില്ലയിൽ മഴ കൂടുതൽ പെയ്യാനുള്ള സാധ്യത ഒരുക്കുന്നുണ്ട്. മറ്റന്നാളോടുകൂടി ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാൻ പോവുകയാണ്. അതിന്റെ ഒരു പ്രഭാവം കേരളത്തിലേക്ക് നേരിട്ടുണ്ടാകും. അതും തെക്കൻ ജില്ല എന്നുള്ള രീതിയിൽ തലസ്ഥാന ജില്ലയെ കാര്യമായി തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. 31-ാം തീയതിയോടുകൂടി കേരളത്തിലേക്ക് കാലവർഷം എത്തുകയാണ്. പക്ഷേ ആദ്യഘട്ടങ്ങളിലൊക്കെ കാലവർഷം എത്തുന്ന ഭാഗമായി തലസ്ഥാന ജില്ലയിലടക്കം അതീവ ജാഗ്രത നൽകുന്നുണ്ട്. ആൻഡമാനിലും ബംഗാൾ ഉൾക്കടലിലും ഒക്കെ കാലവർഷം എത്തിയൊരു പശ്ചാത്തലം. അതിന്റെയൊക്കെ ഭാഗമായി വരുന്ന 5-ലധികം ദിവസം സംസ്ഥാന വ്യാപകമായി മഴയുണ്ടാകും. അതിന്റെ ഭാഗമായി തിരുവനന്തപുരത്തും അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് തുടരുകയാണ്. നമ്മൾ വന്നതിനേക്കാളും ശക്തിയായി ഇപ്പോൾ മഴ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട്, കൊടയില്ലാണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം, അതിനിടയിലാണ് ഈ വെള്ളക്കെട്ടും കുഴിയും ഒക്കെ നോക്കി നടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും ആശങ്കാജനകമായ മണിക്കൂറുകൾ തന്നെയാണ് തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ നടക്കം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുള്ള നടപടികൾ അവർ ആരംഭിക്കുകയാണ്. പൊന്മുടി അടക്കമുള്ള ഇക്കോ ടൂറിസം മേഖലകളിലേക്ക് വിലക്കേർപ്പെടുത്തുന്നു. തീരദേശ മേഖലയിൽ കടലിൽ ഇറങ്ങിയുള്ള മത്സ്യബന്ധനത്തിനും വിനോദസഞ്ചാരത്തിനും പൂർണ്ണമായ വിലക്ക് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഒക്കെ ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം. തീരദേശ മേഖലകളിലൊക്കെ കഴിഞ്ഞ നാളുകളിൽ കള്ളക്കടൽ പ്രതിഭാസം അതിരൂക്ഷമായിരുന്നു. ഇതിന്റെയൊക്കെ ഭാഗമായി വരുന്ന അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാല മുന്നറിയിപ്പ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഇത് സമീപത്തെ വീടുകൾ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. സുരക്ഷിതമല്ലാത്ത വീടുകളിൽ നിന്നുള്ളവരൊക്കെ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണം എന്നുള്ളതാണ് തീരദേശ മേഖലയ്ക്ക് നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശം എന്നുള്ളത്. വർക്കല അടക്കമുള്ള മേഖലകളിലും തീരദേശങ്ങളിൽ ഇറങ്ങിയുള്ള വിനോദസഞ്ചാരങ്ങൾ പൂർണ്ണമായും വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. അതിസാഹസികമായിട്ടുള്ള വിനോദസഞ്ചാരങ്ങൾ എല്ലാവരും പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മുന്നറിയിപ്പ്. മത്സ്യബന്ധന യാനങ്ങൾ, ബോട്ടുകളൊക്കെ കടലിൽ സുരക്ഷിതമല്ലാത്ത മേഖലകളിൽ ഉള്ളതൊക്കെ തന്നെ തിരികെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. എന്തായാലും വരുന്ന 10 മണിയോടുകൂടി കൂടുതൽ ജില്ലകൾക്ക് അലർട്ടുകൾ മാറാനും ഒപ്പം തന്നെ മഴ ശക്തി പ്രാപിക്കാനുമുള്ള സാധ്യതയാണ് കാണുന്നത്. ദേവിക.
ശരി, കൊച്ചിയിൽ നിന്ന് കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, നമുക്കറിയാം എറണാകുളത്ത് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴ പെയ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു മേഖല കൂടിയാണ് കൊച്ചി. അവിടുത്തെ ജനജീവിതം എങ്ങനെയാണ് പോകുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, രാവിലെ മുതൽ തന്നെ നിർത്താതെ പെയ്യുന്ന മഴയാണ് കൊച്ചിയിൽ അനുഭവപ്പെടുന്നത്. ഇന്നലെ മുതൽ ഈ മാസം 23 വരെ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും ഈ തോരാതെ പെയ്യുന്ന മഴയിൽ രാവിലെ മുതൽ തന്നെ ജില്ലയിലെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു തുടങ്ങി എന്നുള്ളൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിലെ പ്രധാന വീതികളിലെല്ലാം തന്നെ ഈ റോഡിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇരുവശങ്ങളിലുമായിട്ട് തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്ന കാഴ്ചയാണ് നിലവിലിപ്പോൾ കാണാൻ സാധിക്കുന്നത്. നേരത്തെ കൊച്ചി കോർപ്പറേഷൻ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചെന്നുള്ള അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ വെള്ളക്കെട്ട് ഇപ്പോഴും അനുഭവപ്പെടുന്നത്. നേരത്തെ ഈ കോർപ്പറേഷൻ ഇത്തരത്തിലുള്ളൊരു അവകാശവാദം ഉന്നയിച്ച സമയത്ത് തന്നെ പ്രതിപക്ഷം ഉന്നയിച്ച ചില വാദങ്ങളുണ്ട്. അതായത് ഈ മഴക്കാല പൂർവ്വ ശുചീകരണം ഒന്നും തന്നെ ജില്ലയിൽ അല്ലെങ്കിൽ നഗരത്തിനുള്ളിൽ കൃത്യമായിട്ട് നടത്തിയിട്ടില്ല എന്നുള്ളൊരു ആരോപണമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്നത്. ആ കാര്യങ്ങൾ ശരിവെക്കുന്ന അനുഭവം തന്നെയാണ് ആദ്യ ദിവസത്തിൽ അല്ലെങ്കിൽ മഴ ശക്തമായി തുടങ്ങിയ ആദ്യ ദിവസം തന്നെ നഗരത്തിൽ അനുഭവപ്പെടുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ഈ ഇടപ്പള്ളി, കലൂര്, വൈറ്റില തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ വെള്ളക്കെട്ട് ശക്തമായി തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഏതായാലും നിലവിലെ ഈ ഓറഞ്ച് അലർട്ട് അടക്കമുള്ള ഒരു സാഹചര്യത്തിൽ ഈ വനമേഖലയിലും ഒപ്പം ജില്ലയുടെ തീരദേശ മേഖലയിലടക്കം അതീവ സുരക്ഷാ മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. 7 താലൂക്കുകളിൽ, ജില്ലയിലുള്ള 7 താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്താനൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര ഘട്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനടി പ്രവർത്തനത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടവും ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കടലിലേക്ക് പോകുന്നവർ വേണ്ടത്ര ഉള്ള സുരക്ഷാ മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് ഏതായാലും നൽകിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിലെല്ലാം തന്നെ ഒരുപക്ഷെ കടലിലെ തിരക്ക് ശക്തി പ്രാപിക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം കിഴക്കൻ മേഖലയിൽ, ജില്ലയുടെ കിഴക്കൻ മേഖലയിലാണ് ഇത്തരത്തിൽ മറ്റൊരു ആശങ്ക നിലനിൽക്കുന്നത്. പലപ്പോഴും ഈ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിലെ ഈ വനമേഖലകളിലായിട്ടുള്ള കുട്ടമ്പുഴ മൂവാറ്റുപുഴ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. കുട്ടമ്പുഴയിലെ വനവാസി മേഖലയിലെ ചില കോളനികൾ, ഒപ്പം ചില വാർഡുകളടക്കം ഒറ്റപ്പെട്ടു പോയിട്ടുള്ള സാഹചര്യങ്ങളാണ് കഴിഞ്ഞ തവണയൊക്കെ എല്ലാം ഈ മഴക്കാലത്തെല്ലാം തന്നെ അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടെങ്കിൽ മാറ്റിപ്പാർപ്പിക്കാനുള്ള നിർദ്ദേശം തന്നെയാണ് ഏതായാലും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. നിലവിലിപ്പോൾ വലിയ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് അധികൃതർ അറിയിക്കുന്നത്. എന്നിരുന്നാൽ പോലും ജില്ലയിലെ 7 താലൂക്കുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇപ്പോൾ നിലവിലിപ്പോൾ കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ട്. ദേവിക.